Okay, good morning, Sophie. Okay, Abhinamur. Okay, Ishwana. Good morning, sir. Okay, good morning. Yes, let us start. Chalo. Okay, Rishwana. Let us start. Very good, very good. Alpia. Sophie. Okay. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ അൽഫിന ആഫ്ന യെസ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് പുതിയൊരു ചാപ്റ്റർ ആണ് യൂണിറ്റ് നമ്പർ 7 ആണ് യൂണിറ്റ് നമ്പർ 7 അതിന്റെ പേര് noun phrases and noun clauses noun phrases and noun clauses ഇതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്റർ noun phrases and noun clauses. Okay. അത് പല പ്രാവശ്യം പല കാര്യങ്ങളുമായിട്ട് പറയുമ്പോൾ നമ്മൾ സൂചിപ്പിച്ചു പോയിട്ടുള്ള വിഷയം തന്നെയാണ്. എന്നിരുന്നാലും ഒന്നുകൂടി നമ്മൾ അതിനെക്കുറിച്ച് ഒന്നുകൂടി ചർച്ച ചെയ്യാം. നമുക്കറിയാം ഇംഗ്ലീഷിൽ നമ്മളൊരു വാചകം എഴുതുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു നൗൺ ഉണ്ടാവും, ഒരു വെർബ് ഉണ്ടാവും.
മസ്റ്റ് ആയിട്ട് ഉണ്ടാവും. നൗണും ഉണ്ടാവും, ഒരു വെർബും ഉണ്ടാവും. തന്നിരിക്കുന്ന വാചകം നോക്കിയിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് എന്ത് പറയുന്നു, ഏതാണ് നൗൺ എന്ന് പറയുന്നു, പിന്നെ വെർബ് ഏതാണെന്ന് പറയുന്നു. ചില സന്ദർഭങ്ങളിൽ നൗണും വെർബും കൂടാണ്ട് ചിലപ്പോൾ ഒരു ഓബ്ജക്റ്റും കൂടി ഉണ്ടാവും. ഓബ്ജക്റ്റ്. അപ്പോ നൗൺ ഉണ്ടാവും, വെർബ് ഉണ്ടാവും, ഓബ്ജക്റ്റ് ഉണ്ടാവും. യെസ്. ചിലപ്പോ ചില നൗൺ എന്ന് പറയുമ്പോൾ അതില് ഒരു വാക്കല്ല, ഒന്നിലധികം വാക്കുകൾ ഉണ്ടാവും. സബ്ജക്റ്റ്, വെർബ്, ഓബ്ജക്റ്റ് അങ്ങനെയൊന്നുമില്ല. ഒന്നിലധികം വാക്കുകൾ ചിലപ്പോൾ ഒരു സബ്ജക്റ്റ് ആയിട്ട് വരും, അല്ലെങ്കിൽ ഒരു നൗൺ ആയിട്ട് വരും. അതിനെ കുറിച്ചാണ് നമ്മൾ നൗൺ ഫ്രേസ് എന്ന് പറയുന്നത്. ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല എങ്കിൽ നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് എക്സാമ്പിൾ ഒക്കെ നമ്മൾ നോക്കി കഴിയുമ്പോൾ നമുക്ക് അത് മനസ്സിലാകും. ഫോർ എക്സാമ്പിൾ ഞാനൊരു വാചകം പറയാം. നിങ്ങൾ ഒന്ന് എഴുതിയേ. ഷീ ഈസ് എ ഡാൻസർ. ഷീ ഈസ് എ ഡാൻസർ. ഓക്കെ, ഇതാണ് നമ്മൾ എഴുതിയിരിക്കുന്ന വാചകം. ഇനി അതൊന്ന് നോക്ക്. ഷീ അവള്, ഈസ് ആകുന്നു, എ ഡാൻസർ ഒരു നർത്തകയാകുന്നു. ഓക്കെ, അപ്പൊ ഷീ എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് ആണ്. ഈ തന്നിരിക്കുന്ന വാചകത്തിന്റെ സബ്ജക്റ്റ് അതാണ് ഷീ. ഈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വെർബാണ്, ആകുന്നു, വെർബ്. അപ്പൊ അതിന്റെ അടിയിൽ നമുക്ക് സബ്ജക്റ്റ് എന്നുള്ള അടിയിൽ അല്ല, ഷീ എന്നുള്ളതിന്റെ അടിയിൽ എസ് എന്നും ഈസ് എന്നുള്ളതിന്റെ അടിയിൽ വെർബ് എന്നും ഉണ്ടാകും. ഇനി എന്താകുന്നു? ഡാൻസർ ആകുന്നു. അതിനെയാണ് നമ്മൾ ഓബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഡാൻസർ എന്താകുന്നു? ഒരു നർത്തകി ആകുന്നു, ഒരു നർത്തകയാകുന്നു, ഡാൻസർ. അതിനെ നമ്മൾ ഓബ്ജക്റ്റ് എന്ന് പറയും. യെസ്. അപ്പൊ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക. ആദ്യം പറഞ്ഞ ഷീയും അവസാനം പറഞ്ഞ ഡാൻസറും സൂചിപ്പിക്കുന്നത് ഒരു സംഗതിയുടെ പേരാണ്. ശരിയല്ലേ? അവൾ ഒരാളിന്റെ പേരല്ലേ? അല്ലെങ്കിൽ ഡാൻസർ അതും ഒരു പേരല്ലേ? അപ്പോ ഒരു വസ്തുവിന്റെയോ ഒരു സ്ഥലത്തിന്റെയോ ഒരു സംഗതിയുടെയോ പേരിനെ കുറിക്കുന്ന പദത്തിനെയാണ് നമ്മൾ നൗൺ എന്ന് പറയുന്നത്. നെയിം ഓഫ് എ പ്ലേസ്, നെയിം ഓഫ് എ തിങ്, നെയിം ഓഫ് എ പേഴ്സൺ. ഒരു വസ്തുവാവാം, വ്യക്തിയാവാം, സംഗതിയാവാം, എന്ത് പേരാണത്. അവൾ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു പേരാണ്. ഡാൻസർ അതും ഒരു പേരാണ്. അപ്പൊ ഇത് രണ്ട് നമുക്ക് എന്താണ് പറയാം? നൗൺ ആണെന്ന് പറയാം. രണ്ട് നൗണാണ്, പേരല്ലേ? അതില് ആദ്യം വന്നിരിക്കുന്ന സംഗതി, ആദ്യം ഷീ എന്നുള്ളത്, അതിന് നമുക്ക് നൗൺ എന്നതിനെ കൂടുതലായിട്ട് നമുക്ക് പറയാവുന്നതാണ് സബ്ജക്റ്റ് എന്ന് കൂടി പറയും. എന്താണ് സബ്ജക്റ്റ്? അപ്പൊ സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സെയിം ആണെന്ന് ഇത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ വിചാരിക്കുക. സബ്ജക്റ്റ് ഒരു സംഗതിയുടെ പേരാണ്, നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതൊരു സംഗതിയുടെ പേരാണ്. അപ്പൊ ഷീ എന്ന് പറയുമ്പോൾ അത് സബ്ജക്റ്റ് ആണ്, അറ്റ് ദ സെയിം ടൈം അത് എന്തുകൂടിയാണ്? നൗണും കൂടിയാണ്. ഓക്കെ, ഇനി ഞാൻ വേറൊരു വാചകം പറയുന്നു. ഹി ഈസ് എ റിച്ച് മാൻ. ഹി ഈസ് എ റിച്ച് മാൻ. അടുത്തൊരു വാചകം ഞാൻ പറയുന്നു. ജിൻസി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ അകത്ത് നോക്കിയിട്ട് ഓരോന്നോരോ തിരിച്ചു പറയാൻ പറ്റും. ജിൻസി, രാജേഷ്, ജിൻസി ഇല്ല, അഫ്ന. ഓക്കെ ഓക്കെ, അഫ്ന മോൾ ഇവിടെ നോക്കി. ഹി ഈസ് എ റിച്ച് മാൻ. അവൻ ഒരു പണക്കാരനായ മനുഷ്യനാണ്. അവൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരാളുടെ പേരല്ലേ അവൻ. അപ്പൊ അത് നമുക്ക് പറയാം അത് സബ്ജക്റ്റ് ആണ്, അല്ലെങ്കിൽ നൗൺ ആണെന്ന് പറയാം. ഈസ് ആകുന്നു, വെരി ഗുഡ്, വെരി ഗുഡ്. പിന്നെ റിച്ച് എന്ന് പറഞ്ഞാലോ? ഒബ്ജക്റ്റ് അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടി തിരിക്കാം. അവനാകുന്നു, എന്താകുന്നു? റിച്ച് മാൻ. ഒരു പണക്കാരനാകുന്നു. ഓക്കെ സഹതോണം. അപ്പൊ റിച്ച് എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ ആ മാൻ എന്നുള്ളൊരു വിശേഷിപ്പിക്കുകയാണ്. എങ്ങനെയുള്ള മനുഷ്യനാണ്? റിച്ച് മാൻ, പണക്കാരനായ മനുഷ്യൻ. അപ്പൊ ആ റിച്ചിനെ ഒരു വ്യക്തിയെ വിശേഷിപ്പിക്കുന്നത് കൊണ്ട്
അല്ലെങ്കിൽ ഒരു നൗണിനെ വിശേഷിപ്പിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ അതിനെ അഡ്ജക്റ്റീവ് എന്ന് പറയും. ഇതുകൂടി പറയാം, അഡ്ജക്റ്റീവ്. ഓക്കെ, അത് നമ്മൾ മറന്നേക്കും. നമുക്ക് ഇപ്പൊ വേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു സെന്റൻസിന്റെ ആദ്യം വരുന്ന ആ നൗൺ. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ അത് മനസ്സിലായി, നൗൺ ആണ് ആദ്യം പറ്റുന്നത് മനസ്സിലായി. സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നൗൺ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ആണെന്ന് മനസ്സിലായി. ജെവിലി, Yes, sir. how are you? Fine, sir. Oh, very good, very good. Okay, okay, okay. ജെവിലി, ഞാൻ ഒരു വാചകം പറയുന്നു. വാചകം ഇതാണ്. ബ്ലൂ, BLUE, ബ്ലൂ, eyes of Gauri are fascinating. FASCINATING. Okay. അല്ല, എന്താണ് എഴുതിയേക്കണേ? Blue eyes of are fascinating. അതിനകത്ത് ആ ബ്ലൂ എന്നുള്ളത് കിട്ടിക്കും. Okay. ഓക്കെ, എത്ര ഉള്ളൂ? ഐസ് ഓഫ് ഗൗരി ആർ ഫാസിനേറ്റിംഗ്. ഗൗരിയുടെ കണ്ണുകള് കാണാനായിട്ട് വളരെ രസകരമാണ്. ഇതിന്റെ അകത്ത് നൗൺ ഏതാണെന്ന് പറയാം? ഐസാണ്, കണ്ണുകൾ അല്ലേ? ഓക്കെ, ഓക്കെ, ആ കണ്ണുകളാണ്. ഞാൻ അതിന്റെ മുന്നില് ബ്ലൂ എന്ന് പറയുന്ന വാക്ക് കൂടി അങ്ങനെ ചേർക്കരുത്. ബ്ലൂ ഐസ്. അങ്ങനെ വന്നു കഴിയുമ്പോ അതിന്റെ സബ്ജക്ട് ഏതാണ്? ബ്ലൂ ഐസ് വരും. ബ്ലൂ ഐസ് ആണ്. ബ്ലൂ ഐസ് വരുന്നില്ല, ബ്ലൂ ഐസ് ആണ്. നീല കണ്ണുകൾ. സബ്ജക്ട് ആണ്. നേരത്തെ കണ്ണുകൾ എന്നാ പറഞ്ഞോളൂ. ഇപ്പൊ നൗണിനെ വിശേഷിപ്പിച്ചു, നീല കണ്ണുകൾ. ഓക്കെ, ആ ബ്ലൂവിന്റെയും മുന്നില് വേറൊരു വാക്കുകൂടി ചേർക്കണം, ബ്യൂട്ടിഫുൾ. അപ്പൊ ഇപ്പൊ എന്തായി? ബ്യൂട്ടിഫുൾ ബ്ലൂ ഐസ്. അപ്പൊ ബ്യൂട്ടിഫുൾ ബ്ലൂ ഐസ് ഓഫ് ഗൗരി ആർ ബ്യൂട്ടിഫുൾ ആയി. അപ്പോ ഇപ്പൊ ഇതിന്റെ സബ്ജക്ട് ഏതാണ്? ബ്യൂട്ടിഫുൾ ബ്ലൂ ഐസ് തന്നെ വരും. ബ്യൂട്ടിഫുൾ ബ്ലൂ ഐസ്. കണ്ട, അപ്പൊ നമ്മൾ ആദ്യം ഐസ് ആയിരുന്നു നമ്മുടെ സബ്ജക്ട്. അതിന്റെ മുന്നിൽ ബ്ലൂ ചേർത്തപ്പോ ബ്ലൂ ഐസ്, അപ്പോൾ സബ്ജക്ട് തന്നെ. പിന്നെ അതിന്റെ മുന്നിൽ നമ്മൾ എന്ത് ചേർത്ത്? ബ്യൂട്ടിഫുൾ ആയിരുന്നു, മനോഹരമായ നീലക്കണ്ടൽ. കണ്ട, സബ്ജക്റ്റ് ആണ്, അത് പേരല്ലേ, മനോഹരമായ നീലക്കണ്ടൽ. ഇനി ആ ബ്യൂട്ടിഫുളും ഞാൻ ഒരു വാക്കുകൂടി ചേർക്കണ്ട, ലാർജ്. ലാർജ്. അപ്പൊ ഇപ്പൊ ഒന്ന് വായിച്ചേ, ലാർജ് ബ്യൂട്ടിഫുൾ ബ്ലൂ ഐസ്, വലിയ മനോഹരമായ നീലക്കണ്ണുകൾ. ഇപ്പോഴത്തെ സബ്ജക്ട് ഏതാണ്? അപ്പോ ലാർജ് ബ്യൂട്ടിഫുൾ ബ്ലൂ ഐസ്. ലാർജ് ബ്യൂട്ടിഫുൾ ബ്ലൂ ഐസ്, അത്രയും ഉണ്ട് സബ്ജക്ട് അല്ലേ? അപ്പൊ സബ്ജക്ട് എന്ന് പറയുമ്പോൾ അതിനകത്ത് എത്ര വാക്ക് വന്നു? ഒന്ന് ലാർജ് വന്ന്, ഒന്ന് ബ്യൂട്ടിഫുൾ വന്ന്, പിന്നെ ഒന്ന് ബ്ലൂ വന്ന്, പിന്നെ ഒന്ന് ഐസ് വന്നു. അങ്ങനെ ഒന്നിലധികം വാക്കുകൾ ചേർന്ന് ഒരു സബ്ജക്റ്റിൽ ഉണ്ടാക്കുന്നതിനെ പറയുന്ന പേരാണ് നൗൺ ഫ്രേസ്. അതുകൊണ്ട് നമുക്ക് പറയാം, ഈ ലാർജ് മുതൽ ഈ ഐസ് വരെയുള്ള അത്രയും ഭാഗം ഇറ്റ് ഈസ് എ നൗൺ ഫ്രേസ്. ആദ്യം നമ്മൾ ഐസ് മാത്രം പറഞ്ഞോളൂ, അപ്പൊ നൗൺ ഫ്രേസ് ആവില്ല. ഒന്നിലധികം ബ്ലൂ ഐസ് എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതലായില്ലേ, അപ്പൊ അത് നൗൺ ഫ്രേസ് ആയി. വീണ്ടും ഒന്നുകൂടി നൗൺ ഫ്രേസ് ആക്കാൻ വേണ്ടി ഞാൻ അതിന്റെ മുമ്പിൽ ബ്യൂട്ടിഫുൾ ചേർത്തു. വീണ്ടും ഒന്നുകൂടി ഒന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു? ലാർജ് ചേർത്തു. ലാർജ് ബ്യൂട്ടിഫുൾ ഐസ്. കണ്ടോ? ഇതിനെയാണ് നമ്മൾ പറയുന്നത് നൗൺ ഫ്രേസ്. അപ്പൊ എന്താണ് നൗൺ ഫ്രേസ്? നൗൺ ഫ്രേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സബ്ജക്റ്റ് ആണ്, അല്ലെങ്കിൽ ഒരു നൗൺ ആണ്. ആ നൗണില് ഒന്നിലധികം വാക്കുകൾ ഉപയോഗിച്ച് നൗൺ എഴുതുന്നതിനെയാണ് നമ്മൾ നൗൺ ഫ്രേസ് എന്ന് പറയുന്നത്. പിടികിട്ടിയല്ലോ? വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഇനിയിപ്പോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ അടുത്തൊരെണ്ണം പറയാം. അടുത്തൊരാള് ശ്രുതി.
Shruti, Srijit. Sir, Okay, very good, very good. How are you, Shruti? fine, sir. Oh, very good, very good, very good. Okay. അപ്പോൾ ശ്രുതി ഞാൻ പറയുന്നൊരു ഭാഷ ശ്രുതി മാത്രമല്ല ഞാൻ എഴുതുന്നു ഒരു ഭാഷ വരും. Sir. Her success. Success is hard work. Hard work. അപ്പൊ അതിന്റെ ആ ഹെയർ എന്നുള്ള തൽക്കാലം ഇല്ലെന്ന് വിചാരിച്ചു. ഏതാ സർ? ഹെയർ എന്നുള്ള വാക്ക് തൽക്കാലം ഇല്ലാന്ന് വിചാരിക്കും. സക്സസ് മാത്രമാണ്. സക്സസ് ഈസ് ഹാർഡ് വർക്ക്. വിജയം എന്ന് പറയുന്നത് കഠിനാധ്വാനമാണ്. അല്ല, സക്സസ് ഈസ് ഹാർഡ് വർക്ക്. അപ്പൊ ആ സെന്റൻസിന്റെ സബ്ജക്ട് ഏതാണ് അല്ലെങ്കിൽ നൗൺ ഏതാണ്? ഹാർഡ് വർക്ക് ആണോ? ഹാർഡ് വർക്ക് എന്താകുന്നു? കഠിന. എന്ത് എന്ന് ചോദിക്കുമ്പോൾ ലഭിക്കുന്ന ആൻസർ അല്ല. സബ്ജക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ആദ്യം വരുന്നതാണ്. സക്സസ്, വിജയം. ഇല്ലേ? വിജയം എന്താണ്? ഒരു ഹാർഡ് വർക്ക്. ഇത് നമ്മൾ അതിന്റെ മുന്നില് ആ വിജയം എന്നുള്ളതിന് മറ്റൊരു വാക്ക് ചേർക്കുന്നത് ഹെയർ സക്സസ്, അവളുടെ വിജയം, അതൊരു ഹാർഡ് വർക്കാണ്. അപ്പൊ അതിന്റെ അകത്ത് സബ്ജക്ട് ഏതാണ്? ഹെയർ സക്സസ്. ഹെയർ സക്സസ്, അവളുടെ വിജയം. അപ്പൊ സബ്ജക്റ്റിന്റെ നീളം കൂടി. നേരത്തെ സക്സസ് മാത്രമായിരുന്നു, ഇപ്പൊ എന്തായി? സബ്ജക്റ്റിന്റെ നീളം ഹെയർ സക്സസ് ആയി. ഇനി അതിന്റെ മുന്നില് ഒരു വാക്ക് കൂടി ചേർക്കുക. The secret of. The secret of. The secret of. അപ്പൊ ഇനി ഒന്ന് വായിച്ചേ. The secret of her success. The secret of her success. അവളുടെ വിജയത്തിന്റെ രഹസ്യം. അത്രയും വരെ എന്തായി? സബ്ജക്റ്റ് ആയി. അല്ലെങ്കിൽ അത്രയും വരെ എന്തായി? നൗണായി. ഇതിനെയാണ് നമ്മൾ എന്താ പറയുക? നൗൺ ഫ്രേസ് എന്ന് പറയും. അപ്പൊ അതിനകത്ത് എന്തൊക്കെ വാക്കുണ്ട് നൗണായിട്ട്? സക്സസ് വന്നിട്ടുണ്ട്, കെയർ വന്നിട്ടുണ്ട്, സീക്രറ്റ് വന്നിട്ടുണ്ട്, ഓഫ് വന്നിട്ടുണ്ട്, ദി എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്. 5 വേർഡുകൾ ചേർന്നിട്ടാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത്, ഒരു നൗൺ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോ അങ്ങനെ ഉണ്ടാക്കുന്ന വാക്കുകളെ പറയുന്ന പേരാണ് നൗൺ ഫ്രേസ്. അപ്പൊ നൗൺ ഫ്രേസ് എന്ന് പറയുമ്പോൾ, ഫ്രേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്നിൽ കൂടുതൽ വാക്കുകൾ ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ ഫ്രേസ് എന്ന് പറയാം. അതിൽ നൗൺ ഫ്രേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നൗൺ ആയിട്ട് ഒന്നിലധികം വാക്കുകൾ ഉപയോഗിച്ച് നമ്മളൊരു നൗൺ ഉണ്ടാക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? നൗൺ ഫ്രേസ് എന്ന് പറയുന്നത്. യെസ്, ഇത് മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? എനിബഡി പിടികിട്ടാത്തത്? ആരുമില്ല. അപ്പൊ നൗൺ എന്താണെന്ന് നമുക്കറിയാം. നൗൺ ഫ്രേസ് എന്ന് പറയുമ്പോൾ നൗൺ ആയിട്ട് ഒന്നിലധികം വാക്കുകൾ ഉപയോഗിക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ. നമുക്ക് വേണമെങ്കിൽ പറയാം ബ്ലാക്ക് ഡോഗ്. ബ്ലാക്ക് ഡോഗ് ഈസ് ബ്യൂട്ടിഫുൾ ടു സീ. ബ്ലാക്ക് ഡോഗ് ഈസ് ബ്യൂട്ടിഫുൾ ടു സീ. ഡോഗ് ഈസ് ബ്യൂട്ടിഫുൾ ടു സീ എന്നുള്ളതിന് മുമ്പില് നമ്മൾ എന്ത് ചെയ്യുന്നു? ബ്ലാക്ക് ഡോഗ്. കണ്ട? അപ്പൊ 2 വാക്കായില്ല. കറുത്ത പട്ടി. ആദ്യം പറഞ്ഞ പട്ടി എന്നാണ്, പിന്നെ എന്താ പറയുന്നത്? കറുത്ത പട്ടി. ഇനി അതിന്റെ മുന്നിൽ വേറെ എന്തെങ്കിലും വാക്കുകൂടി ചേർക്കാൻ പറ്റുമോ? ബ്ലാക്കിന്റെ മുന്നിൽ ആർക്കെങ്കിലും? ബാർക്ക് ചേർക്കാൻ പറ്റുമോ? ബാർക്ക്. ഡാർക്ക്. ഓക്കെ, വെരി ഗുഡ്. ഡാർക്ക്. ഡാർക്ക് ബ്ലാക്ക്. ഓക്കെ. ഡാർക്ക് ബ്ലാക്ക്. ഓക്കെ. വെരി ഗുഡ്. യെസ്. ഹെയർ ബ്ലാക്ക് ഡോഗ്. ഓക്കെ, വാക്കുകൾ നമുക്ക് കൂടാം. അപ്പൊ അതൊക്കെ എന്തിനകത്ത് വരും? സബ്ജക്റ്റിൽ വരും. ഓക്കെ. സ്റ്റൈലിഷ്. ഓക്കെ, അഫ്ന ഭയങ്കര സ്റ്റൈലിഷ് ആണ്. ദ സ്റ്റൈലിഷ് ബ്ലാക്ക് ഡോഗ്. നല്ല സ്റ്റൈലായ കറുത്ത പട്ടി. അല്ലെങ്കിൽ നമുക്ക് പറയാം ദ ബിഗ്, ദ ലാർജ്, വലിയ എന്ന് വേണമെങ്കിൽ പറയാം. അത് നിങ്ങൾ ഓർത്തിരുന്ന കണ്ണുകൾ മനോഹരമാണ്. വലിയ കണ്ണുകൾ മനോഹരമാണ്. വലിയ നീയ. ഓക്കെ. ജിംസൺ ജോൺസി അല്ലെങ്കിൽ ജോൺസി പറയും. സാറ് എന്നെ തെറ്റിദ്ധരിപ്പിച്ച് എന്റെ പേര് വെച്ചെന്ന് പറയും അല്ലെ? യെസ്. ഓക്കെ. അപ്പൊ നമുക്ക് പറയാം
കണ്ണുകൾ, അപ്പൊ സബ്ജക്റ്റ് ആണ്. നീലക്കണ്ണുകൾ, അപ്പോൾ സബ്ജക്റ്റ് നീലക്കണ്ണുകൾ. വലിയ നീലക്കണ്ണുകൾ, അത് സബ്ജക്റ്റിനാണ്. വലിയ മനോഹരമായ നീലക്കണ്ണുകൾ, അപ്പോൾ സബ്ജക്റ്റിനാണ്. സബ്ജക്റ്റിന്റെ നീളം വർദ്ധിക്കുക. അപ്പൊ ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് നൗൺ ഫ്രേസ്. അതിനെ പറയുന്ന പേരാണ് നൗൺ ഫ്രേസ്. ഓക്കെ 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 ഓക്കെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു നൗൺ ഫ്രേസ് ഉപയോഗിച്ചിട്ടുള്ള ഒരു വാചകം പറയാം? സബ്ജക്റ്റ് ഒരു വാക്കാകരുത് മാത്രമേ ഉള്ളൂ. രണ്ടിൽ കൂടുതൽ വാക്ക് വേണം, അത്രേ ഉള്ളൂ. നിങ്ങൾ പറയുന്ന സബ്ജക്റ്റിന് ഒരു വാക്കാവരുത്. ഡോഗ് എന്ന് മാത്രം പറയുന്നത്, ബ്ലാക്ക് ഡോഗ് അല്ല, ഒന്നിൽ കൂടുതൽ വാക്ക് ഉപയോഗിച്ചിട്ട് പറയും. ആർക്കെങ്കിലും ഒരു സബ്ജക്റ്റ് പറയാ, സബ്ജക്റ്റില് ഒരു സെന്റൻസ് പറഞ്ഞു, അതിൻ്റെ അകത്ത് സബ്ജക്റ്റിന് പറയുമ്പോൾ ഒരു വാക്കല്ല ഒന്നിൽ കൂടുതൽ വാക്കുണ്ടാവുന്നു. Their house is very big. അപ്പൊ ഹൗസ് അല്ല, ഹൗസാണ് സബ്ജക്റ്റ്. അതൊന്നുകൂടി വിശദീകരിച്ചു, അവരുടെ വീട് അല്ല, their house. ഓക്കെ 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 ഓക്കെ, വെരി ഗുഡ്. His strength is very great. ഒന്നുകൂടി പറഞ്ഞോ അപ്നാൻ. His strength is very great. His strength is very big. അതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ 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 ഓക്കെ. അപ്പൊ സ്ട്രെങ്ത് എന്നുള്ളത് ഓക്കെ. ഇനി ഓക്കെ, സഹോദരനെ പറഞ്ഞു സ്കൂൾ ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ മതി. ദാറ്റ് സ്കൂൾ, അതൊന്ന് ഫേസ് കൂടി കൊടുത്തു. ആ സ്കൂൾ, എല്ലാ സ്കൂളും അല്ല, ഒരു പ്രത്യേക സ്കൂൾ പറയുന്നത് ആ സ്കൂൾ ഈസ് ബ്യൂട്ടിഫുൾ, ഈസ് ഫേമസ്. യെസ്, ഓക്കെ 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 ഓക്കെ. ബ്യൂട്ടിഫുൾ ബേർഡ്സ് ആർ ഫ്ലൈയിങ് ഇൻ ദ സ്കൈ. ഓക്കെ, മനോഹരമായ, കാവ്യാത്മകമായിട്ടാണ് അൽപ്പിയിരിക്കുന്നത്. മനോഹരമായ പക്ഷികള് ആകാശത്തിലൂടെ, ആകാശത്തിന്റെ അനന്തതയിലൂടെ പറന്നുകൊണ്ടിരിക്കുകയാണ്. The talented pretty actress in the film got state award. Oh, very good, very good, very good, very good. Oh, ഒരു വെറൈറ്റി ആയിരുന്നു. Talented, pretty, beautiful. Okay. അയ്യോ, അത് കഴിഞ്ഞ രീതിയിൽ കണ്ടില്ലട്ടോ, വായിച്ചില്ല. യെസ്, the boys is playing in the ground. The boys, അപ്പൊ എല്ലാ കുട്ടികളും അല്ല. Yes, okay. That smart, intelligent girl is mine. Oh, very good, very good. Girl ആണ്, സ്മാർട്ട് ആണ്, ഇന്റലിജന്റ് ആണ് കേട്ടോ. സ്മാർട്ട് ഇന്റലിജന്റ് ഗേൾ. അപ്പൊ നിങ്ങൾക്ക് നൗൺ ഫ്രേസ് പിടികിട്ടിയെന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പൊ നൗൺ ഫ്രേസ് എന്ന് പറയുമ്പോൾ നൗൺ ആയിട്ട് വരുന്ന ഒരു വാക്കായിരിക്കരുത്, ഒന്നിലധികം വാക്കുകളായിരിക്കും. ദാറ്റ് ഈസ് ഓൾ യുവർ ഓണർ. അപ്പോ അടുത്ത സെക്ഷനോട്ട് കിടക്കട്ടെ. ഹാവ് യു എനി ഡൗട്ട്? ഓക്കെ അൽഫിയ. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ പറയുന്നത് ക്ലോസുകളിലേക്ക് കിടക്കും. ക്ലോസ് CLA-USC ക്ലോസ് ആണ്. CLOSC ക്ലോസ് ഇല്ല, അത് മറ്റേ ക്ലോസ്, അവനങ്ങനെ ക്ലോസ് ചെയ്ത് എന്ന് പറയാറില്ല, ആ ക്ലോസ്. അപ്പോട്ടെ, യെസ്. Now we come to, okay, now we come to clauses. ക്ലോസുകളിലേക്ക് വരിക. യെസ്, അപ്പൊ എന്താണ് ക്ലോസ് നമുക്ക് നോക്കാം. ഞാൻ അതിനു മുമ്പ് ഒരു വാചകം പറയാം, അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ക്ലോസുകളിലേക്ക് പോകാം. വാചകം എഴുതിക്കോ. When I went there, when I went there, she was sleeping. Okay, look at the sentence. When I went there, she was sleeping. When I went there, she was sleeping. Deepa? She was Sleeping. SLEEP. She was sleeping. Deepa? Deepa Unni? Aditya? Regina? ഇവിടെ ആരും ഇല്ലേ? മൊബൈൽ ഓൺ ആക്കിട്ട് പോയേക്കണം, അല്ലെങ്കിൽ മലപ്പുറം ഉണ്ടായിരിക്കണം. പുറത്താന്നേ, ഏ വെളിയില്ല സാറേ.
ഓക്കെ ഓക്കെ ഓക്കെ, അത് പറഞ്ഞാൽ മതി. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്, നോ പ്രോബ്ലം. പുറത്ത് നിൽക്കുകയാണെങ്കിലും റെജീന അത് കേൾക്കുന്നുണ്ട്, അതാണ്. ഐ അപ്രീഷിയേറ്റ് യുവർ മൈൻഡ്. റിസ്വാന, റിസ്വാന, റിസു, ഇനി ഞാൻ ആരുടെ പേര് വിളിക്കുന്നത്? ആരെങ്കിലും ഒരാൾ ഒന്ന് വന്നേ. ഓക്കെ സർ. ഓക്കെ ഓക്കെ ഓക്കെ. നജില, നജില കടമത്ത്, വെരി ഗുഡ് വെരി ഗുഡ്. നജില, ഞാനൊരു കാര്യം ചോദിക്കുന്നത്, നിങ്ങൾക്ക് എന്നെ പേടിയണോ? ഇത് വല്ലതിന് ചോദിച്ചിട്ട് ഇനി അത് ബുദ്ധിമുട്ടായി എനിക്ക് ഉത്തരം പറയാൻ പറ്റും, അങ്ങനെ വല്ല ടെൻഷൻ ഉണ്ടോ? നിങ്ങൾ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ചോദ്യം ഞാൻ ചോദിക്കാറില്ലല്ലോ, നിങ്ങൾക്ക് പറയാൻ പറ്റുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സിലത് പതിയും. പിന്നെ നിങ്ങൾക്ക് അത് വേറെ ആൾക്ക് പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റും, നിങ്ങളുടെ മനസ്സിലത് പതിയും. ഇത്രയൊക്കെ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഓക്കേട്ടാ. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ വിളിച്ചു കഴിയുമ്പോൾ വേറെ വല്ല എൻഗേജ്മെന്റ് പറഞ്ഞാൽ മതി. ഓക്കെ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യുവർ ഫീലിംഗ്സ് ആൻഡ് ഇമോഷൻസ്. അത്രയ്ക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഞാൻ. ഡോണ്ട് വറി, ബി ഹാപ്പി. ഓക്കെ രജില, വെരി ഗുഡ്. അപ്പൊ രജില, ഈ സെന്റൻസ് ഒന്ന് വായിച്ചേ. When I went there, she was sleeping. ഓക്കെ, നമുക്കിതൊരു രണ്ട് കഷ്ണമാക്കുമെന്ന് വിചാരിക്കും. രണ്ട് കഷ്ണം. അങ്ങനെയാണെങ്കിൽ എവിടെ ഇടും ഒരു കോമ? എങ്ങനെ സാർ ഒന്നുകൂടെ? 2 പീസാക്കാൻ വേണ്ടിട്ട് രണ്ട് കഷ്ണമായിട്ട് തിരിക്കണമെന്ന് ചോദിക്കും. രണ്ട് സെന്റൻസ് അല്ല, രണ്ട് കഷ്ണം, 2 പീസ് ആക്കിയത്. അപ്പൊ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് കോമ ഇട്ടോളാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എവിടെ ഇടും കോമ? ദേർ കഴിഞ്ഞിട്ട്. ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ദേർ കഴിഞ്ഞിട്ട്. വെരി ഗുഡ് വെരി ഗുഡ്. അതാണത്. ഞാനത് മനസ്സിൽ കണ്ടപ്പോ നജിലത് മനത്ത് കണ്ടു. ഓക്കെ, കോമ ഇട്ടിട്ടുണ്ട്. വെരി ഗുഡ് വെരി ഗുഡ്. വെൻ ഐ വെന്റ് ദേർ, അവിടെ കഴിഞ്ഞ് വേണമെങ്കിൽ നമുക്കൊരു കോമ ഇടാം. ഞാൻ അവിടെ ചെന്നപ്പോൾ. പിന്നെ അടുത്ത കഷ്ണമാണ് ഷീ വാസ് സ്ലീപ്പിംഗ്. അപ്പൊ നമുക്ക് അവിടെ രണ്ടായിട്ട് ഇതിന് തിരിക്കാം. അപ്പൊ ഈ ഒരു സെന്റൻസ് നമുക്ക് രണ്ടായിട്ട് വിഭജിക്കാം. ഈ രണ്ടാക്കുന്നതിന് പറയുന്ന പേരാണ് ക്ലോസുകൾ എന്ന് പറയും. അപ്പൊ ഈ സെന്റൻസിൽ 2 ക്ലോസുകൾ ഏതൊക്കെയാണ്? ഒരു ക്ലോസ് വെൻ ഐ വെന്റ് ദേർ എന്നുള്ളത് ഒരു ക്ലോസ്, ഷീ വാസ് സ്ലീപ്പിംഗ് എന്നുള്ളത് അടുത്ത ക്ലോസ്. അപ്പൊ ഈ സെന്റൻസിൽ ഒരു ക്ലോസ്, 2 ക്ലോസുകൾ. അപ്പൊ നമുക്ക് പറയാം, ഒരു സെന്റൻസിൽ ചിലപ്പോ ഒന്നോ ഒന്നിൽ കൂടുതലോ ക്ലോസുകൾ ഉണ്ടാവാം. സോ വി ക്യാൻ സേ ദാറ്റ് എ സെന്റൻസ് കൺസിസ്റ്റ് ഓഫ് 1 or more than 1 ക്ലോസസ്. ഒരു സെന്റൻസിൽ ഒന്നോ ഒന്നിലധികമോ ക്ലോസുകൾ വരാം. അപ്പൊ ഇതിന്റെ അകത്ത് 2 ക്ലോസുകൾ ഉണ്ട്. ഓക്കെ, അപ്പോ നജിലയോട് തന്നെയാണ് വെൻ ഐ വെന്റ് ദേർ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം പൂർത്തിയാവുന്നുണ്ട്? ഇല്ല, പൂർത്തിയാവുന്നില്ല. പൂർത്തിയാവുന്നില്ല. ഓക്കെ, ഓക്കെ. നമ്മൾ ഒരാളെ വിളിച്ചിട്ട് ഞാൻ അവിടെ ചെന്നപ്പോൾ എന്ന് പറഞ്ഞിട്ട് മിണ്ടാണ്ട് പോയി കഴിഞ്ഞാൽ എന്ത് വിചാരിക്കും? ഇന്നലെ വരെ കുഴപ്പമൊന്നും ഉണ്ടായില്ല, ഇന്ന് എന്താ പറ്റിയിട്ടുണ്ട് അല്ല, അത്രയും പറഞ്ഞിട്ട് മിണ്ടാണ്ട് പോകുന്നതിന്റെ അർത്ഥം പൂർത്തിയാവുന്നുണ്ട്. മീനിങ് ഈസ് നോട്ട് കംപ്ലീറ്റഡ്. വെൻ ഐ വെന്റ് ദേർ എന്ന് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റില്ല. അങ്ങനെ അർത്ഥം പൂർത്തിയാകുന്നില്ല എങ്കിൽ ആ ക്ലോസിനെ പറയുന്ന പേരാണ് സബോർഡിനേറ്റ് ക്ലോസ്. അപ്പൊ ഒന്നുകൂടി പറയാം, ഒരു സെന്റൻസിൽ ഒന്നോ ഒന്നിൽ കൂടുതലോ ക്ലോസുകൾ വരാം. ആ ക്ലോസിൽ തന്നെ അർത്ഥം പൂർത്തിയാവാത്ത ക്ലോസുകളെ പറയുന്ന പേരാണ് സബോർഡിനേറ്റ് ക്ലോസ്. സബോർഡിനേറ്റ് ക്ലോസ്. ഈ സബോർഡിനേറ്റ് ക്ലോസിനെ വേറൊരു പേരും കൂടി പറയും, ദാറ്റ് ഈസ് കോൾഡ് ഡിപ്പെൻഡിങ് ക്ലോസ്. ഡിപ്പെൻഡ് എന്ന് പറഞ്ഞാൽ ആശ്രയിക്കുക, വേറെ എന്തിനെങ്കിലും ആശ്രയിച്ചു നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിപ്പോ കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോ നിങ്ങളോട് പറഞ്ഞു, ഇറ്റ് ഈസ് കോൾഡ് സബോർഡിനേറ്റ് ക്ലോസ്. ഓക്കെ നജില, വൺ മോർ ചോദ്യം. നമുക്കിപ്പോ വെൻ ഐ വെന്റ് ദേർ എന്നുള്ള സംഗതി ഇല്ലാന്ന് വിചാരിക്കും, അതില്ല. ഷീ വാസ് സ്ലീപ്പിംഗ് എന്ന് പറഞ്ഞ അർത്ഥം പൂർത്തിയാവും? പൂർത്തിയാവുന്നുണ്ട്. ഓക്കെ അഖില, ഷീ വാസ് സ്ലീപ്പിംഗ് എന്ന് പറഞ്ഞ അർത്ഥം പൂർത്തിയാവുന്നില്ലേ? അവൾ ഉറങ്ങിയായിരുന്നു. അത് പറഞ്ഞിട്ട് നമുക്ക് പോകാം. അതിന് കറക്റ്റ് മീനിങ് കറക്റ്റ് ആണ്, മറ്റത് പറയണ്ട. അപ്പൊ അങ്ങനെ അർത്ഥം പൂർത്തിയാകുന്നുണ്ടെങ്കിൽ ആ ക്ലോസുകളെ പറയുന്ന പേരാണ് മെയിൻ ക്ലോസ് എന്ന് പറയും. എന്താണ് മെയിൻ ക്ലോസ്? അപ്പൊ മെയിൻ ക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം പൂർത്തിയാകുന്നതും, സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം പൂർത്തിയാവാത്തതും. പിടികിട്ടിയല്ലോ? അപ്പൊ ഈ സബോർഡിനേറ്റ് ക്ലോസിന്റെ അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ട് അത് മെയിൻ ക്ലോസിനെ ആശ്രയിച്ച് നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഈ സബോർഡിനേറ്റ് ക്ലോസിനെ
ഡിപ്പെൻഡിങ് ക്ലോസ്, അല്ല ആശ്രയിക്കുന്നത്, ഡിപ്പെൻഡിങ് ക്ലോസ് എന്ന് കൂടി പറയുന്നു. ഓക്കെ, ഇനി ഈ മെയിൻ ക്ലോസിന് അർത്ഥം പൂർത്തിയാക്കുന്നതിന് ഞാൻ മെയിൻ ക്ലോസ് എന്ന് പേര് ചൊല്ലി വിളിച്ചു. ഈ മെയിൻ ക്ലോസിന് തന്നെ നമുക്ക് വേറൊരു പേര് കൂടി പറയാം, പ്രിൻസിപ്പൽ ക്ലോസ് എന്ന് പറയും. പ്രിൻസിപ്പൽ ക്ലോസ്. നമ്മളൊരു കോളേജൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ മെയിൻ ആളാരായിരിക്കും? ഫൈനൽ വേർഡ്, അന്തിമ തീരുമാനം അച്ഛൻ്റെതായിരിക്കും. അതുപോലെ കോളേജിൽ അന്തിമ തീരുമാനം ആരുടേതാണ്? പ്രിൻസിപ്പൽ. പ്രിൻസിപ്പലിൻ്റെതാണ്. കണ്ട, മെയിൻ ആയ ആള് അല്ലെ, അർത്ഥമൊക്കെ പൂർത്തിയാക്കി പുള്ളി പറഞ്ഞാൽ പറഞ്ഞതാണ്. കണ്ട, അതങ്ങനെ പറഞ്ഞു. അപ്പൊ മെയിൻ ക്ലോസിനെ തന്നെ നമുക്ക് പ്രിൻസിപ്പൽ ക്ലോസ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഓക്കെ, so for the time being, let us call main clause and subordinate clause. So we can say that a sentence consists of one or more than clauses. If the meaning is completed, that is called main clause. If the meaning is not completed, that is called subordinate clause. Simple അല്ലേ? ഇതിനകത്ത് ഒരു സംശയമുണ്ടോ? ഓക്കെ, സാർ, പറഞ്ഞോളൂ. ആ മെയിൻ കോഴ്സിനും സബോർഡിനേറ്റ് കോഴ്സിനും ഒരു എക്സാമ്പിളും കൂടെ ഒന്ന് പറയോ? ഓക്കെ, നമ്മൾ അതിൻ്റെ അകത്തോട്ട് കിടക്കണം. അതിൻ്റെ അകത്ത് ഒരു നിയമമൊക്കെ ഉണ്ട്, ഒരു കോൺകോഡൊക്കെ ഉണ്ട്, അങ്ങോട്ട് കിടക്കാൻ പോയിരുന്നു. ഓക്കെ, അപ്പോ ഞാൻ അത് പറയാൻ പോയത് എന്താ പറയാ, അൽഫിയ. ഓക്കെ, ആൽഫിയ മലയാളത്തിലൊന്നും പറഞ്ഞു നോക്കിയേ. മലയാളത്തിൽ പറഞ്ഞാൽ മതി. കേട്ടില്ല സാർ, ഒന്ന് പറയേ. മലയാളത്തിലെ രണ്ട് സെന്റൻസ്, രണ്ട് ക്ലോസുകൾ, വാചകം മലയാളത്തിൽ പറഞ്ഞു. മീനിങ് കംപ്ലീറ്റ് ആവാത്തയാണോ? അല്ല, ഇത് വേറൊന്നും വേണ്ട. ഞാൻ എഴുന്നേറ്റപ്പോൾ, ഞാൻ രാവിലെ ഞാൻ എഴുന്നേറ്റപ്പോൾ അവൾ പഠിക്കുകയായിരുന്നു. ഞാൻ എഴുന്നേറ്റപ്പോൾ, പോൾ എന്ന് പറയുമ്പോൾ ബെഞ്ചറിന്. വേക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രസന്റ് ടെൻസ് ആണ്. എഴുന്നേറ്റില്ലേ? അപ്പൊ രാവിലെ എഴുന്നേറ്റപ്പോ കഴിഞ്ഞ സംഭവമാണ് ഈ 11:03 അൽഫിയ പറയുന്നത്. അത് കഴിഞ്ഞ പോയ സംഭവം. അപ്പൊ പാസ്റ്റ് ടെൻസ് പറഞ്ഞത് when I woke up. ശരി, ഞാൻ എഴുന്നേറ്റപ്പോൾ. ഈ പറ, അവൾ പഠിക്കുകയായിരുന്നു. he will study എന്ന് പറയുമ്പോ അവൻ പഠിക്കും. ആയിരുന്നു എന്നുള്ളൊരു മാസം നമ്മൾ പറഞ്ഞ അവൾ എന്ന് പറയുമ്പോൾ ഷീ ആയാലും കുഴപ്പമില്ല. ഷീ വാസ് സ്റ്റഡിയിങ്. രാവിലെ ആൽഫിയ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോ മകൾ എന്ത് ചെയ്യാണ്? പഠിച്ചോണ്ടിരിക്കുന്നു. അല്ല, അത് നമുക്ക് വേറെ നമ്മൾ പറയുന്നു അമ്മയോടോ അല്ലെങ്കിൽ ഞാൻ എഴുന്നേറ്റപ്പോൾ പഠിക്കുകയാണ്. when I woke up she was സ്റ്റഡി, അവൾ പഠിച്ചോണ്ടിരിക്കുന്നു. കുറച്ചേരം കിടന്നോട്ടെ. വേറെ നമുക്ക് പറയാം, നിങ്ങൾ എന്നെ സ്നേഹിച്ചത് കൊണ്ട് ഞാൻ നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ എന്നെ സ്നേഹിച്ചത് കൊണ്ട് ഞാൻ നിങ്ങളെ സ്നേഹിച്ചു. കൊണ്ട് നേരത്തെ പോൾ എന്ന് വരുമ്പോ വെൻ ചേർക്കണമെന്ന് പറഞ്ഞു. കൊണ്ട് എന്ന് വരുമ്പോ ഏത് വാക്കിയായിരുന്നു? എന്ത് സാർ ക്ലിയർ ആവുന്നില്ല. ക്ലിയർ ആവുന്നില്ല? എല്ലാവർക്കും അങ്ങനെയാണോ? അല്ലല്ല, ഞാൻ വിട്ട കേട്ടത്, അതാ ചോദിച്ചേ. ഓക്കെ. അതായത് നേരത്തെ ആൽഫിയ പറഞ്ഞില്ലേ, ഞാൻ എഴുന്നേറ്റപ്പോൾ എന്ന് പറഞ്ഞപ്പോ എൽ എന്ന് പറഞ്ഞപ്പോൾ വെൻ എന്ന് പറഞ്ഞ പ്രിപ്പോസിഷൻ ചേർത്ത്. ഇവിടെ നമ്മള് നീ എന്നെ സ്നേഹിച്ചത് കൊണ്ട് കൊണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ എന്ത് വരും ഇവിടെ? വെൻ വരില്ലേ? വെൻ ഞാൻ എപ്പോഴായി പോകും? സ്നേഹിച്ചത് കൊണ്ട്. ഇറ്റാണോ? ഇതാണ് ആ കൊണ്ട് എന്ന അർത്ഥത്തിന് ആസ് എന്ന് ഉപയോഗിക്കണം. ആസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് എന്ന അർത്ഥമുണ്ട്, അതുപോലെ എന്ന അർത്ഥമുണ്ട്, എന്ന നിലയ്ക്ക് എന്ന അർത്ഥമുണ്ട്. നോക്കിയേ, ആസ് എ ഡോക്ടർ യു ആർ ഫെയിലിയർ. ഒരു ഡോക്ടർ എന്ന നിലക്ക് നിങ്ങൾ പരാജയമാണ്. അത് അല്ല, എന്ന നിലക്ക്. ഇപ്പൊ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ എന്ത് ചെയ്യണം? ആസ് യു ലൈക്ക്, നിന്റെ ഇഷ്ടം പോലെ ചെയ്യണ്ട. അവിടെ ആസിന്റെ അർത്ഥം പോലെ, ആസിന് എന്ന നിലക്ക് എന്നർത്ഥമുണ്ട്, പോലെ എന്നർത്ഥമുണ്ട്. പിന്നെ ഇവിടെ എന്തുണ്ട്? കൊണ്ട് എന്നർത്ഥമുണ്ട്, കൊണ്ട്. അപ്പോ അത് നമ്മൾ സിറ്റുവേഷൻ അനുസരിച്ച് നോക്കണം.
നമ്മൾ ഒരെണ്ണം മാത്രം പഠിച്ചിട്ട് ഇത് എന്താണ് അത്ര ഡോക്ടറെ കൊണ്ട് പരാജയം അങ്ങനെയല്ല അല്ല എന്ന നിലക്ക് എന്നാണ്. അപ്പൊ എന്ന നിലക്ക് പോലെ കൊണ്ട് ഇനി പറയാം നിങ്ങൾ എന്നെ സ്നേഹിച്ചത് കൊണ്ട്. നിങ്ങൾ എന്നുള്ളത് എന്താണ്? യു. സ്നേഹിച്ചില്ലേ? അപ്പൊ ലവ് എന്നുള്ളതിന്റെ പേഴ്സൺസ് ലവ്. ലവ്. അപ്പൊ യു ലവ്ഡ്, നിങ്ങൾ സ്നേഹിച്ചു. കൊണ്ട് കൊണ്ട് എന്നുള്ളത് എന്താണ്? ആസ്. ആസ്. അപ്പൊ ആസ് ആദ്യം പറയാം. ആസ് യു ലവ്ഡ്, നിങ്ങൾ സ്നേഹിച്ചത് കൊണ്ട്. എന്നെ എന്നാണെങ്കിൽ നമുക്ക് അതൊരു വാക്ക് ചേർക്കാം, മീ. ആസ് യു ലവ്ഡ് മീ, നിങ്ങൾ എന്നെ സ്നേഹിച്ചത് കൊണ്ട്. ഐ ലവ്ഡ് യു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചു. ഓക്കെ ഓക്കെ. ഇങ്ങനെയൊക്കെ ഇടയ്ക്കൊക്കെ ഇരിക്കുമ്പോൾ ഓരോ സെന്റൻസുകളൊക്കെ ഉണ്ടാക്കാം. ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോ ആസ് ഐ മെയ്ഡ് ചപ്പാത്തി, ഞാൻ ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കിയത് കൊണ്ട് ഐ പ്രിപ്പയർഡ് കറി. അങ്ങനെ വരാം. അങ്ങനെ വരുമ്പോ അർത്ഥത്തിൽ വ്യത്യാസം വരും. നിങ്ങൾ എന്നെ സ്നേഹിക്കുകയാണെങ്കിൽ, മനസ്സിലായോ? മറ്റേത് നമ്മൾ പറഞ്ഞ പാസേജ് നിങ്ങൾ എന്നെ സ്നേഹിച്ചത് കൊണ്ട് രണ്ടിന് ഇഫ് വരും, ഇഫ് വരില്ല. അപ്പൊ സ്നേഹിച്ചിട്ടില്ല, അത് നമ്മൾ സ്നേഹിക്കുന്നതിന് മുമ്പേ പറയുള്ളൂ. ഇഫ് യു ലവ് മീ, നിങ്ങൾ എന്നെ സ്നേഹിക്കുകയാണെങ്കിൽ ഐ വിൽ ലവ് യു, അങ്ങനെ പറയുള്ളൂ. ഞാനും നിങ്ങൾ സ്നേഹിക്കും. ഇഫ് യു ലവ്ഡ് മീ, അത് വ്യത്യാസം വരും. ഓക്കെ ഓക്കെ ഓക്കെ, രണ്ടും വരാം. ഇഫ് വരട്ടോ, പൊസിഷൻ വരും. അപ്പൊ ആസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് എന്നർത്ഥമുണ്ട്, പോലെ എന്നർത്ഥമുണ്ട്, എന്ന നിലക്ക് എന്നർത്ഥമുണ്ട്. ഓക്കെ 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 ഓക്കെ, അതൊക്കെ ഒന്ന് നോക്കിയാൽ മതി. ശരി 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 ശരി, ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് മെയിൻ ക്ലോസ് എന്താണെന്ന് പറഞ്ഞു, സബോർഡിനേറ്റ് ക്ലോസ് എന്താണെന്ന് പറഞ്ഞു, ഒരു സെന്റൻസിൽ ഒന്നിൽ കൂടുതൽ ക്ലോസുകൾ ഉണ്ടാവുന്ന കേസും നമ്മൾ പറഞ്ഞു. ഓക്കെ. ഇനി ഇവിടെ നമ്മൾ ഒരു ക്യാപ്സൂൾ പോലെ, ഒരു ഗുളിക പോലെ പഠിച്ചു വെക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. കാരണം വെച്ചാല് ഈ മെയിൻ ക്ലോസും സബോർഡിനേറ്റ് ക്ലോസും വരുമ്പോ അത് തമ്മിൽ ടെൻസിൽ ഒരു യോജിപ്പുണ്ടാവും. തോന്നിയ പോലെ വെച്ച് കഴിഞ്ഞാൽ അത് തെറ്റായി പോകും. അപ്പൊ അതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇപ്പൊ നേരത്തെ ഇഫ് വെച്ച് ചോദിച്ചില്ല ഒരാള്, ആ സാധനമാണ് വരുന്നത്. ഞാനൊരു സെന്റൻസ് പറയാം, അതൊന്ന് എഴുതിയിട്ട്. ഇഫ് യു വർക്ക്, WORK, വർക്ക് ഹാർഡ്, HARD, ഹാർഡ്, you will pass, 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 you will pass. ഓക്കെ, അവിടെ നിൽക്കട്ടെ. ഇപ്പൊ ആരാണ് എന്നോട് ഇഫിന്റെ സംശയം പറഞ്ഞത്? സർ, ഞാനാണ് ലക്ഷ്മി. ഓക്കെ, ഈ സെന്റൻസ് നോക്കി. ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ പാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തർത്ഥം? നിങ്ങൾ നന്നായി പരിശ്രമിച്ചാൽ നിങ്ങൾ വിജയിക്കും എന്ന്. ജയിക്കും. അപ്പൊ പരിശ്രമിച്ചിട്ടുണ്ടോ? ഇല്ല, ഇല്ല, പരിശ്രമിക്കാൻ പോകുന്നതേ ഉള്ള. പ്രസന്റ് ആണ്. പ്രസന്റ് ആണ്, പരിശ്രമിക്കാൻ പോകുന്നേ ഉള്ളൂ. മകള് 10ാം ക്ലാസ്സിലാവുമ്പോ നമ്മൾ പറയില്ല അവളുടെ ബുദ്ധിയുള്ള കുട്ടിയാണ്, നമുക്കറിയാം. സകല ഉടായ്പ കയ്യിലുണ്ട്. അപ്പൊ ബുദ്ധിയിലെന്ന് പറയാൻ പറ്റൂല. അപ്പൊ ബുദ്ധിയുണ്ട്. പിന്നെ അത് അപ്പൊ ഇഫ് യു വർക്ക് ഹാർഡ്, കഠിനമായി അപ്പൊ ഓക്കെ ലക്ഷ്മി, നമ്മൾ ഇതിന്റെ അകത്തും ഒരു കോമ ഇടുകയാണെങ്കിൽ എവിടെ കൊണ്ടുപോയി കോമ ഇടും? ഇഫ് യു വർക്ക് ഹാർഡ്, അവിടെ എത്തിയിട്ട് കോമ ഇടും. ഓക്കെ ഓക്കെ. അപ്പൊ ഇതിനകത്ത് മെയിൻ ക്ലോസ് ഏതാണ്, സബോർഡിനേറ്റ് ക്ലോസ് ഏതാണ്? എവിടെ നിന്ന് എവിടം വരെ മെയിൻ ക്ലോസ് വർക്ക് ഹാർഡ്, അവിടെ വരെ. സബോർഡിനേറ്റ് വരുന്നത് പാസ്. ഒന്നുകൂടി ചിന്തിക്ക്, അങ്ങനെയല്ലേ? കോൺസെൻട്രേഷൻ കൊടുക്കുക, റിലാക്സ് ചെയ്യുക. അതിനെ കണ്ണടച്ചിട്ട് 1 മുതൽ 10 വരെ ഉണ്ട്. റിലാക്സ്, വെരി റിലാക്സ്. ടെൻഷനൊക്കെ വിട്ട് ഫ്രീ ആവും. ഓക്കെ 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 ഓക്കെ, റിലാക്സ്. ഓക്കെ, കയ്യൊക്കെ ഒന്ന് കുടഞ്ഞ് കണ്ണൊക്കെ ഒന്ന് തിരുമ്പി ഓക്കെ റിലാക്സ് ചെയ്ത് നോക്ക്. ടെൻഷൻ അടിക്കേണ്ട, ഫ്രീ ആയിട്ട് നോക്ക്. റിലാക്സ് റിലാക്സ്. യെസ്. If you will pass, if you work hard, you will pass. If you work hard, you will pass. കോമ ഇട്ട സ്ഥലം കറക്റ്റ് ആണ്. ഇനി എവിടെ നിന്ന് എവിടം വരെയാണ് മെയിൻ ക്ലോസ്, എവിടെ നിന്ന് എവിടം വരെയാണ് സബോർഡ്, ഓരോരുത്തരും മനസ്സിൽ വിചാരിക്കേണ്ട. നിങ്ങൾ മനസ്സിൽ വിചാരിച്ചു വെക്കുക, ഇത് ഇവിടെ നിന്ന് ഇവിടം വരെ മെയിൻ ക്ലോസ്, ഇവിടെ നിന്ന് ഇവിടം വരെ സബോർഡ്. ഓരോരുത്തരും മനസ്സിൽ വിചാരിക്കും.
എന്നിട്ട് ലക്ഷ്മി പറയുമ്പോൾ അതിനോട് യോജിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കാം. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കും. പാസ് എന്നാണ് നമുക്ക് മെയിൻ ഫാക്ടർ വരുന്നത്. പാസ്. അപ്പൊ യു വിൽ പാസ് തുടങ്ങിയല്ലേ, യു വിൽ പാസ് എന്നല്ലേ? അതെ. ഓക്കെ, അവിടെയാണ് മെയിൻ ക്ലോസ് വരുന്നത്, മെയിൻ വരുന്നത് അല്ലേ? ഓക്കെ. അപ്പൊ എവിടം വരെയാണ് മെയിൻ, എവിടെ നിന്ന് എവിടം വരെയാണ് സബോർഡിനേറ്റ്? ഇതാണ് ചോദ്യം. ലക്ഷ്മി ഒന്നുകൂടി ചിന്തിച്ചിട്ട് ഏതാണ് ശരിയെന്ന് തോന്നുന്നത് അത് പറഞ്ഞു, അതിൽ ഞങ്ങൾ ഉറച്ചു. You will pass. That's Okay. mean ഫോണെ ഫ്രണ്ട് വേണോ ലക്ഷ്മി? വേണ്ട സാർ. വേണ്ട. ഫോണെ ഫ്രണ്ട് നമ്മൾ ഇതിൽ നിന്ന് ഒരാളെ വിളിക്കും, അത്രേ ഉള്ളൂ. അതെ അതെ അതെ. ഇല്ലല്ലേ സാറേ, ഞാൻ തന്നെ നോക്കാം. അത് ആ ഡിറ്റർമിനേഷൻ ഞാൻ ഇഷ്ടപ്പെട്ടു. ഓക്കെ ഓക്കെ. If you work hard, you will pass. ഇതിൽ ഇപ്പൊ ഏതാ മെയിൻ വരുന്നത്? പാസ് തന്നെയാണ്. കാരണം ചോദ്യം നേരത്തെ നമ്മള് രഞ്ജിനോട് ചോദിച്ചപ്പോൾ രഞ്ജിന പറഞ്ഞില്ലേ, ഷീ വാസ് സ്ലീപ്പിംഗ് രഞ്ജിന പറഞ്ഞില്ലേ, അതേ മോഡൽ ആലോചിച്ചാൽ മതി. സാറ് ഇഫ് യു വർക്ക് എന്ന് പറയുന്നത് സബോർഡിനേറ്റ് ഇത് വരില്ലേ? കാരണം അർത്ഥം പൂർത്തിയായിട്ടില്ലല്ലോ. ഇഫ് യു വർക്ക് വരും, വർക്ക് ഹാർഡ് വരും. വർക്ക് ഹാർഡ് വരെ, വർക്ക് ഹാർഡ് വരെ എന്ത് ക്ലോസ് വന്നു? സബോർഡിനേറ്റ് ക്ലോസ് വന്നു. ബാക്കിയുള്ളത് മെയിൻ ക്ലോസ് വന്നു അല്ലേ? അല്ല സാർ, വർക്ക് ഹാർഡ് എന്ന് പറയുമ്പോ അതൊരു സ്ട്രെസ് വേർഡ് അല്ലേ? നിങ്ങൾ വർക്ക് ഹാർഡ് ചെയ്താൽ യു വിൽ പാസ്. അപ്പോ അങ്ങനെ പറയുമ്പോ പാസ് എന്നുള്ളത് നമുക്ക് മെയിൻ കോഴ്സും വർക്ക് ഹാർഡ് എന്നുള്ളത് സബോർഡിനേറ്റ് ആയിട്ട് വരില്ലേ? അങ്ങനെ വരില്ല. അപ്പൊ അതിനകത്ത് കുറച്ചൊക്കെ വിട്ടുപോയില്ല, ഒറ്റ വാക്ക് പോലും വിടരുത്. ആര് പാസ്സാവും എന്നുള്ളത് പറഞ്ഞിട്ടല്ലോ, ആര് പാസ്സാവും എന്നുള്ളത് വിട്ടു. വാക്കുകളൊന്നും വിടരുത്. നമ്മൾ രണ്ട് ക്ലോസ് ആയിട്ട് തിരിച്ചു. യു വിൽ പാസ്, നിങ്ങൾ പാസ്സാവും. അതും ഓക്കെ എങ്കില രണ്ട് ക്ലോസ് ആയിട്ട് നമുക്ക് തിരിച്ചു. അതിനകത്ത് എല്ലാ വാക്കുകളും ഉണ്ടാവണം. നീ ആരാണ്? ഇഫ് അതിന് വേണ്ട, വിടാൻ പറ്റില്ല. എല്ലാരും അതിനകത്ത് ഉണ്ടാവണം. രണ്ട് ക്ലോസ് ആയി കഴിഞ്ഞാൽ എല്ലാ വേർഡും ഒന്നിലെങ്കിലും മെയിൻ ക്ലോസ് അല്ലെങ്കിൽ സപ്പോർട്ട് ക്ലോസ് ഉണ്ടാവണം. കറക്റ്റ് ആണല്ലോ, പിന്നെ എന്തിനാണ് പേടിക്കുന്നത് ലക്ഷ്മി? സാർ പേടിയല്ല, പറഞ്ഞു നോക്കാം. പറഞ്ഞു. അപ്പൊ നമുക്ക് പറഞ്ഞു നോക്കി. ഇഫ് യു വർക്ക് ഹാർഡ്, നീ കഠിനമായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ, നീ കഠിനമായിട്ട് അധ്വാനിക്കുകയാണെങ്കിൽ, അത്രയും പറഞ്ഞിട്ട് നമുക്ക് മിണ്ടാണ്ട് പോകാൻ പറ്റുമോ? ദീപനെ വിളിച്ചിട്ട് നീ കഠിനമായിട്ട് അധ്വാനിക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞിട്ട് മിണ്ടാണ്ട് പോയാൽ ദീപം എന്ത് വിചാരിക്കും? സെന്റൻസ് കംപ്ലീറ്റ് ആവണം. ഇഫ് യു വർക്ക് ഹാർഡ്, അവിടം വരെ എന്താണ് നേരത്തെ അഖിലേക്ക് വന്നതാണ്. യെസ്, ഇഫ് യു വർക്ക് ഹാർഡ്, അവിടം വരെ സബോർഡിനേറ്റ് ക്ലോസ് കേട്ടാ. ഇഫ് യു വർക്ക് ഹാർഡ്, ആ ഹാർഡ് എന്ന് പറയുന്ന വാക്ക് വന്നപ്പോഴാണ് ലക്ഷ്മിക്ക് ഒന്ന് കല്ലി അടിക്കാതെ എവിടെ കൊണ്ട് ചേർക്കും. കഠിനമായി അധ്വാനിക്കുകയാണെങ്കിൽ അവിടം വരെ സബോർഡിനേറ്റ് ക്ലോസ്. അടുത്തത് നോക്കിയേ, യു വിൽ പാസ്, നീ പാസ്സാകും. അത് അർത്ഥം പൂർത്തിയാവുന്നില്ലേ? യു വിൽ പാസ്, നീ പാസ്സാകും. അപ്പൊ യു വിൽ പാസ് എന്നുള്ളത് മെയിൻ ക്ലോസും ഇഫ് യു വർക്ക് ഹാർഡ് എന്നുള്ളത് സബോർഡിനേറ്റ് ക്ലോസും. ആരെങ്കിലും ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചിന്തിച്ചവരുണ്ടെങ്കിൽ ആ ചിന്തിച്ചതിൽ ഇപ്പൊ സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കും. എന്റെ സബോർഡിനേറ്റ് ക്ലോസ് ഇതായിരുന്നില്ല, എന്റെ സബോർഡിനേറ്റ് ക്ലോസ് വേറെ ആയിരുന്നു എന്ന അഭിപ്രായമുള്ളവരുണ്ടെങ്കിൽ ചോദിക്കും. അഖിലത്ത് അങ്ങനെ അഭിപ്രായമുള്ളതുണ്ടോ? അല്ല സാറേ, യു വിൽ പാസ് എന്ന് പറയുന്നത് നമുക്ക് മെയിൻ ഇമ്പോർട്ടന്റും ഇഫ് യു വർക്ക് ഹാർഡ് എന്ന് പറയുന്നത് സബോർഡിനേറ്റ്. അപ്പൊ അത് ഒരു സപ്പോർട്ടിങ് വേർഡ് ആയിട്ടല്ലേ വരുന്നത്? സപ്പോർട്ടിങ് ആണ്. ഏതാണ് സപ്പോർട്ടിങ് ഉദ്ദേശിച്ചത്? ഇഫ് യു വർക്ക് ഹാർഡ്, ഇഫ് യു വർക്ക് ഹാർഡ് അത് സബോർഡിനേറ്റ് ആണ്. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അത് സബോർഡിനേറ്റ് ക്ലോസ് ആണ്. അല്ല, അപ്പൊ അത് വർക്ക് ഹാർഡ് എന്ന് ഒറ്റയ്ക്ക് പറയാൻ പാടില്ല, ഇഫ് യു വർക്ക് ഹാർഡ് എന്ന് പറയണം, രണ്ടും കൂട്ടി പറയണം എന്നല്ലേ? അത് തന്നെ, വർക്ക് ഹാർഡ് എന്നല്ല. അപ്പൊ അതിനകത്ത് ഇഫ് യു എന്നുള്ള സംഗതി വിട്ടുപോകില്ല, ഒന്നും വിട്ടുപോകരുതെന്ന് പറഞ്ഞത് ഞാൻ അതുകൊണ്ടാണ്. ഇഫ് യു സാറ് നമുക്ക് തന്ന സെന്റൻസിൽ ഇഫ് യു വർക്ക് ഹാർഡ് എന്നുണ്ടല്ലോ, നിങ്ങൾ കഠിനമായി അധ്വാനിച്ചാൽ
പാസ്സാവുമോ ഫെയിൽ ആവുമോ എന്നുള്ളത് പറഞ്ഞിട്ടില്ല. ബാക്കിയുള്ളതാണ് യു വിൽ പാസ്. അതാണ് മെയിൻ. യെസ്. പിടികിട്ടിയോ ലക്ഷ്മി? ഓക്കെ സാർ. വെരി ഗുഡ്. അഖില? യെസ് സർ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമ്മളിവിടെ ഒരു സെന്റൻസ് എഴുതി, ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ പാസ്. അപ്പൊ അതില് നമ്മള് ഒരു കഷ്ണം കൊടുക്കുക, സബോർഡിനേറ്റ് ക്ലോസ് കൊടുക്കുന്നത്. ഇഫ് യു വർക്ക് ഹാർഡ്, അത് നോക്കിയിട്ട് അത് ഏത് ടെൻസ് ആണെന്ന് പറയാൻ പറ്റുമോ അഖില? ഏത് ടെൻസിലാണ് അത് എഴുതിയിരിക്കുന്നത് എന്ന് പറയാൻ പറ്റുമോ? ഇഫ് യു വർക്ക് ഹാർഡ്, അത് പ്രസന്റ് അല്ലേ സർ? അങ്ങോട്ട് ചോദിച്ചപ്പോ ഇങ്ങോട്ട് ചോദിക്കണ്ട. അതെ സാർ, ഇഫ് യു വർക്ക് ഹാർഡ് പറഞ്ഞാൽ ഇപ്പോൾ പറയുന്നതല്ലേ, അപ്പൊ അത് പ്രസന്റ് ടെൻസ് അല്ലേ? ഓക്കെ. എല്ലാവരും എന്നോട് ചോദിക്കുന്നത് അത് പ്രസന്റ് ടെൻസ് ആണ് സാറേ എന്ന് പറയാൻ ആർക്കും ധൈര്യമില്ല അല്ലേ? അത് പ്രസന്റ് ടെൻസ് ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അത് കറക്റ്റ് ആണ്. വർക്ക് എന്ന് പറയുമ്പോൾ പ്രസന്റ് ടെൻസ് ആണ്. അതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് വർക്ക്. WRKED. പാസ്റ്റ് പാർട്ടിസിപ്പിളും വർക്ക് തന്നെയാണ്. ഇഫ് യു വർക്ക്, അപ്പൊ നമുക്കത് പറയാം പ്രസന്റ് ടെൻസ് ആണ്. ഒന്നുകൂടി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അത് സിമ്പിൾ പ്രസന്റ് ആണ്. ഇതാണ് സിമ്പിൾ പ്രസന്റ്. അപ്പൊ ഇഫ് യു വർക്ക് ഹാർഡ് എന്ന് പറയുന്ന സബോർഡിനേറ്റ് ക്ലോസ് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. അത് നമ്മൾ എവിടെയെങ്കിലും രേഖപ്പെടുത്തി വെച്ചോട്ടെ, സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ഓക്കെ അഖില, ഒരു ചോദ്യം കൂടി. അഖില, യെസ് സർ. യു വിൽ പാസ് എന്ന് പറയുന്ന മെയിൻ ക്ലോസ് ഏത് ടെൻസ് ആണ്? പ്രസന്റ് അല്ല, പ്രസന്റ് അല്ലേ? ഫ്യൂച്ചർ. ബില്ല് പാസ് ആകും എന്നുള്ളതാണ്. ആകും, ഫ്യൂച്ചറിലേക്കുള്ളതാണ്. ഓക്കെ ഓക്കെ. റിസ്വാന നജീല പറയുന്നു ഫ്യൂച്ചർ ആണ്. അപ്പൊ അഖില പറഞ്ഞപ്പോ ഫ്യൂച്ചർ എന്ന് പറയും. ഫ്യൂച്ചറിൽ തന്നെ വേണമെങ്കിൽ നമുക്ക് ഫ്യൂച്ചർ പെർഫെക്റ്റ് ഉണ്ട്, ഫ്യൂച്ചർ കണ്ടിന്യൂസ് ഉണ്ട്, ഫ്യൂച്ചർ അങ്ങനെ ഒരു 4 എണ്ണം കിടപ്പുണ്ട്. അതിനകത്ത് ഏതാണെന്ന് പിന്നെ ചോദിക്കേണ്ടി വരും. അപ്പൊ ഫ്യൂച്ചർ എന്ന് പറയുന്നതിനേക്കാൾ കുറച്ചുകൂടി പറയാവുന്നത് നേരത്തെ റിസ്വാനും നിജിലൊക്കെ സിമ്പിൾ ഫ്യൂച്ചർ. സിമ്പിൾ ഫ്യൂച്ചർ അത് രണ്ടാമതുണ്ടെങ്കിൽ സിമ്പിൾ ഫ്യൂച്ചറാണ്. അപ്പൊ സിമ്പിൾ ഫ്യൂച്ചർ ആണെന്ന് എങ്ങനെ മനസ്സിലാവും? സബ്ജക്ട് കഴിഞ്ഞതിന് ശേഷം വില്ല് അല്ലെങ്കിൽ ഷാല് പിന്നെ വെർബിന്റെ പ്രസന്റൻസും ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് സിമ്പിൾ ഫ്യൂച്ചർ ആണ്. സബ്ജക്ട് വില്ല് അല്ലെങ്കിൽ ഷാല് പിന്നെ വെർബിന്റെ പ്രസന്റൻസും ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് സിമ്പിൾ ഫ്യൂച്ചർ ആണ്. ഓക്കെ. അപ്പൊ ഇവിടെ നോക്കിയേ, ഈ വാചകത്തില് സബോർഡിനേറ്റ് ക്ലോസ് സിമ്പിൾ പ്രസന്റ് ആയി കഴിഞ്ഞപ്പോ അതിന്റെ മെയിൻ ക്ലോസ് എന്തായി? സിമ്പിൾ ഫ്യൂച്ചർ ആയി. അത് അങ്ങനെ വരാവൂ, മാറി വരരുത്. ഇത് ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ പാസ്, അങ്ങനെ തന്നെ വരാവൂ. മാറി വരുന്നത് തെറ്റാണ്. ആ വിൽ എന്നുള്ളതിന് പകരം അവിടെ വേണമെങ്കിൽ ക്യാൻ വരാം, തെറ്റില്ല. ഷാല് വരാം, കുഴപ്പമില്ല. മേ വരാം, കുഴപ്പമില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. അപ്പൊ വില്ലോ ഷാലോ മേയോ മൈറ്റ് വന്നാൽ തെറ്റാണ്. അപ്പൊ അവിടെ പ്രസന്റിന്റെ ഫോം, സിമ്പിൾ ഫ്യൂച്ചറിന്റെ ഫോം മാത്രമേ വരാവൂ. അപ്പൊ ഒരു വശത്ത് ഒരു ക്ലോസ് സിമ്പിൾ പ്രസന്റ് ടെൻസിലുള്ളതാണെങ്കിൽ അടുത്തത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലുള്ളതാണ്. ഇനി ഇപ്പൊ നിങ്ങൾ എഴുതിയ വാചകം തന്നെ ഒന്നുകൂടി എഴുതാം. അടിയിൽ ഇങ്ങനെ എഴുതും, if you worked, WORKED, worked. If you worked, നേരത്തെ okay. If you worked, okay, കൃഷ്ണന്തു, WORKED, worked hard, HAD, hard, you എന്നിട്ടൊരു ഡാഷ് ഇടും. കൃഷ്ണന്തു സർ ഇത് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ക്ലാസ്സില്. ഓക്കെ, ധൈര്യമായിട്ട് പറയാം. യെസ്. അതായത് ഇവിടെ നോക്കിയേ, ഇഫ് യു വർക്ക് എന്നുള്ളതിന് പകരം വർക്ക്ഡ് എന്നാക്കി, WORKED പാസ്റ്റ് ടെൻസ് ആക്കി. അപ്പൊ ഇപ്പുറത്ത് എന്ത് വരും? വാക്യം പൂരിപ്പിച്ചിട്ടില്ല. ഇത് ചിലപ്പോ വേറെ എന്തെങ്കിലും കോഴ്സുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു പോയിട്ടുണ്ടാവാം, ശരിയായിരിക്കും. യെസ്. അപ്പൊ കൃഷ്ണേന്ദ്രന്റെ ഓർമ്മശക്തിയെയും ബുദ്ധിശക്തിയെയും ഞാൻ അഭിനന്ദിക്കുന്നു. കാരണം വേറെ ആരും പറഞ്ഞില്ല, കൃഷ്ണേന്ദ്ര പറഞ്ഞു, ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. യെസ്, വെരി ഗുഡ് കൃഷ്ണേന്ദ്ര, കീപ് ഇറ്റ്. ഓക്കെ. പാർവതി,
പാർവതി KP. Yes, sir. Yes. Okay. Okay. Sagadora. Parvati. അവിടെ ചോദിച്ച് ഫില്ല് ചെയ്യാൻ പറ്റും നമുക്ക്. വർക്ക് എന്നുള്ളത് ഞാൻ പാസ്റ്റ് ടെൻസ് ആക്കി. ഇഫ് യു വർക്ക് WORKED എന്നാക്കി. അപ്പൊ അപ്പുറത്തത് എങ്ങനെ? You would pass. അഖില ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് എൻ്റെ അത്. യു വുഡ് പാസ്. വുഡ് പാസ്ഡ് അല്ല, പാസ്. വുഡ് കഴിഞ്ഞാലും പ്രസന്റൻസ് ഉപയോഗിക്കാവും അല്ല. ഇപ്പുറത്ത് നമ്മൾ ഇനി ഞാൻ ആദ്യം പറഞ്ഞ ഒന്നുകൂടി പറയാം. ആദ്യം നമ്മൾ പറഞ്ഞതിൽ സിമ്പിൾ പ്രസന്റ് വന്നു കഴിഞ്ഞപ്പോൾ അപ്പുറത്ത് സിമ്പിൾ ഫ്യൂച്ചർ ഉപയോഗിച്ചു. ഇഫ് യു വർക്ക് ഹാർഡ്, സിമ്പിൾ പാസ്റ്റ് വരുമ്പോ സിമ്പിൾ ഫ്യൂച്ചർ ഉപയോഗിക്കരുത്, മറിച്ച് ഉപയോഗിക്കേണ്ടതാണ് കണ്ടീഷണൽ ഫോം. വുഡ് ഉപയോഗിക്കാം, ഷുഡ് ഉപയോഗിക്കാം, വുഡ് ഉപയോഗിക്കാം, മൈറ്റ് ഉപയോഗിക്കാം അല്ല. അത് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ പ്രസന്റ് ടെൻസ്. ഓക്കെ. അപ്പോ ഇഫ് യു വർക്ക് ഹാർഡ് ആണെങ്കിൽ യു വുഡ് പാസ്. ഇതാണ് കറക്റ്റ്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഒരു സെന്റൻസിൽ ഉപയോഗിക്കുന്ന ക്ലോസിന്റെ ടെൻസുകൾ തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. ഒരു ക്ലോസ് സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ അപ്പുറത്ത് സിമ്പിൾ ഫ്യൂച്ചർ ആയിരിക്കും. സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ അപ്പുറത്ത് സിമ്പിൾ കണ്ടീഷണൽ ഫോം ആയിരിക്കും. ഇത് നിങ്ങളുടെ മക്കളൊക്കെ 10ലോ 9ലോ 8ലോ ഒക്കെ പഠിക്കുന്നുണ്ടെങ്കിൽ അവിടേക്ക് ഈ സാധനം കയറി വരുന്നതാണ്. അവരുടെ പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഇത് കാണാൻ പറ്റും. ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ പാസ്. ഇഫ് യു വർക്ക് ഹാർഡ് യു വുഡ് പാസ്. ഓക്കെ. ഇനി ഞാൻ ഒന്നുകൂടി ഒന്ന് മാറ്റുകയാണ്. അടുത്തൊരു വാചകം കൂടി എഴുതും. ഇഫ് യു ഹാഡ് വർക്ക്ഡ്, HAD, ഹാഡ് WORKED, had worked, you dash. You will pass. You will pass. മിസ്റ്റേക്ക് ഉണ്ട്, ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ശരിയല്ലോ. എന്തോ അവിടെ വേറൊരു വാക്ക് കൊണ്ടുവന്നാൽ ശരിയല്ലോ. യു വിൽ അച്ചീവ്ഡ് ഇൻ യുവർ ലൈഫ് അങ്ങനെ എന്തെങ്കിലും ഇഷ്ടമുള്ള വാക്ക് ഉപയോഗിച്ചോ. ഞാൻ ടെൻസ് മാത്രം നോക്കുന്നുള്ളൂ. എന്ത് വാക്ക് ഉപയോഗിച്ചു, ഇഷ്ടമുള്ള വാക്ക് ഉപയോഗിച്ചു, അത് കുഴപ്പമില്ല. അച്ചീവോ കുഴപ്പമില്ല. അല്ല, നമ്മളൊരു സെന്റൻസ് കംപ്ലീറ്റ് ആക്കുമ്പോ ഇങ്ങനെ നമുക്ക് എഴുതിക്കൂടെ? ഇഫ് യു ഹാർഡ് വർക്ക്ഡ് യു വിൽ അച്ചീവ്ഡ് ഇൻ യുവർ ലൈഫ് അങ്ങനെയൊക്കെ ഒരു സെന്റൻസ് കംപ്ലീറ്റ് ചെയ്തോടെ? അങ്ങനെ ചെയ്യാം. പക്ഷേ സാവകാശം പറഞ്ഞ ഇഫ് യു വർക്ക് ഹാർഡ് you will achieve in your life എന്നോ അങ്ങനെ അച്ചീവ് എന്ന് പറഞ്ഞ സ്ഥലത്തൊരു മിസ്റ്റേക്ക് ഉണ്ട്. അവിടെയും ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. കാരണം ഇപ്പൊ ഇവിടെ വിൽ അച്ചീവ് എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ ഉപയോഗിച്ചത് സിമ്പിൾ ഫ്യൂച്ചർ ആണ്. സിമ്പിൾ ഫ്യൂച്ചർ പറയണതെങ്കിൽ അപ്പുറത്ത് സിമ്പിൾ പ്രസന്റ് ആയിരിക്കുന്നത്. അപ്പുറത്ത് സിമ്പിൾ പ്രസന്റ് അല്ല, ഹാഡും വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. ഓക്കെ സഹതോളം, ഹാഡും വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പൊ അത് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. അങ്ങനെ ആണെങ്കിൽ ഇപ്പുറത്ത് വുഡ് ഹാവ് എന്ന് ചേർക്കണം. വുഡ് ഹാവ് അച്ചീവ്ഡ് എന്ന് പറഞ്ഞാൽ ശരിയാണ്. വുഡ് ഹാവ് അച്ചീവ്ഡ്, SEIVED കേട്ടോ. അച്ചീവ്ഡ്. അപ്പൊ അതാണ് ഒരു ക്യാപ്ഷൻ പോലെ ഓർത്തിരിക്കുക. ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ പാസ്. ഇഫ് യു വർക്ക് ഹാർഡ് യു വുഡ് പാസ്. ഇഫ് യു ഹാഡ് വർക്ക്ഡ് യു വുഡ് ഹാവ് പാസ്ഡ്. ഇത് അതിന്റെ സബോർഡിനേറ്റ് ക്ലോസിന്റെ ഇഫ് വെച്ച് ഉപയോഗിക്കുമ്പോൾ വരുന്ന ടെൻസുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ്. ഓക്കെ സഹതോട? ഓക്കെ. ഞാൻ ചോദ്യം ചോദിക്കുകയാണ്. ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ പാസ് എന്ന് വെച്ചാൽ എന്താ? യു വിൽ പാസ് ആണോ ഉദ്ദേശിച്ചത്? ആദ്യത്തെ പറഞ്ഞു. ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ പാസ്. നീ പരിശ്രമിച്ചാൽ അത് സിമ്പിൾ ഫ്യൂച്ചർ. നീ പരിശ്രമിച്ചാൽ നിനക്ക് വിജയിക്കാൻ കഴിയും. യു വിൽ പാസ്. നീ വിജയിക്കും. ഓക്കെ. ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ പാസ്. ഈ രണ്ടാമത്തെ സെന്റൻസ് അല്ല. ഇഫ് യു വർക്ക് ഹാർഡ് യു വുഡ് പാസ് എന്ന് പറഞ്ഞാൽ അർത്ഥം
നീ പരിശ്രമിക്കുകയാണ് അല്ല അല്ല ഒന്നുകൂടി പറയോ അത് ഒന്നുകൂടി പറയോ നിങ്ങൾ ക്ലിക്ക് ആയില്ല. ഇഫ് യു വർക്ക് ഹാർഡ് യു വുഡ് പാസ് എന്ന് പറയുമ്പോൾ എന്താർത്ഥം? ആദ്യം പറഞ്ഞത് ഞാൻ സമ്മതിച്ചു, വർക്ക് ഹാർഡ് യു വിൽ പാസ്. നീ പഠിക്കുകയാണെങ്കിൽ, കഠിനമായിട്ട് പഠിക്കുകയാണെങ്കിൽ നീ പാസ്സാകും. ഓക്കെ. രണ്ടാമത്തെ നോക്കി, ഇഫ് യു വർക്ക് ഹാർഡ് യു വുഡ് പാസ് എന്ന് പറയുമ്പോൾ എന്താർത്ഥം? നീ കഠിനമായി പരിശ്രമിച്ചാൽ നീ വിജയിച്ചു. വിജയിച്ചു. എവിടെയോ ഒരു ചെറിയതായിട്ട് കല്ല് കടിക്കുന്നു. ഞാനൊന്ന് പറഞ്ഞോട്ടെ. പറഞ്ഞോളൂ. നീ കഠിനമായി പരിശ്രമിച്ചിരുന്നെങ്കിൽ നീ വിജയിച്ചേനെ. നീ പഠിച്ചിരുന്നെങ്കിൽ വിജയിച്ചേനെ. കഠിനമായിട്ട് ശ്രമിച്ചതാണ്, അത് കഴിഞ്ഞു പോയ സംഭവം. ഓക്കെ, വെരി ഗുഡ് കേട്ടോ. കടവത്ത്, അതായത് സഹതട നോക്കുക. ഒന്ന്, പരീക്ഷ 10ാം ക്ലാസ് ചേരുമ്പോഴുള്ള സമയമാണ്. ഇഫ് യു വർക്ക് ഹാർഡ് നമ്മൾ പറയാനും മകനോട്, ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ പാസ്. നീ മര്യാദക്ക് പഠിക്കുകയാണെങ്കിൽ പാസ്സാണ്. 10ാം ക്ലാസ് റിസൾട്ട് വന്ന് തോറ്റു, റിസൾട്ട് കയ്യിൽ പിടിച്ച് വിഷമിച്ചിരിക്കുമ്പോ അപ്പൊ പറയുന്നതാണ് ഇഫ് യു വർക്ക് ഹാർഡ് യു വുഡ് പാസ്. നീ പഠിച്ചിരുന്നെങ്കിൽ പാസ്സായനെ. കണ്ടോ? ആ സാധനം റിസൾട്ട് വന്നതിന് ശേഷം പറയുമ്പോ എങ്ങനെ പറയും? നീ പഠിച്ചിരുന്നെങ്കിൽ പാസ്സായനെ. ഓക്കെ സഹോദരൻ, വൺ മോർ. ഇഫ് യു ഹാഡ് വർക്ക്ഡ് യു വുഡ് ഹാവ് പാസ്ഡ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? നീ പരിശ്രമിച്ചത് കൊണ്ട് നീ വിജയിച്ചു. ഒന്നും കൂടി ഒന്ന് എഡിറ്റ് ചെയ്യും, ഒന്നും കൂടി ഒന്ന് ഭംഗിയാക്കുക. സംഗതി ആ വശത്തെ കൂടെ ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതൊക്കെ വെച്ചിട്ടൊന്ന് വർക്ക് ഇടുന്നല്ലേ പറഞ്ഞത് സാറ്? ഹാർഡ് വർക്ക്. നീ പരിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നീ വിജയിക്കും. ഉണ്ടായിരുന്നെങ്കിൽ നീ വിജയിച്ചിനെ. ഞാൻ സിറ്റുവേഷൻ പറഞ്ഞുതരാം. ഒന്ന്, പരീക്ഷ തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞു. പരീക്ഷ റിസൾട്ട് വന്ന് തോറ്റിരിക്കുമ്പോ അവനോട് പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞിട്ട് തോറ്റ കുട്ടിയുടെ അമ്മ അപ്പുറത്തെ വീട്ടിലെ അല്ലെങ്കിൽ ബന്ധുവിനോട് പറയുമ്പോ എങ്ങനെ പറയും? മകൻ റിസൾട്ടിനെ കുറിച്ച് പറയുന്നു. ആ സിറ്റുവേഷൻ വെച്ചിരുന്ന് ആലോചിച്ചാൽ മതി. നീ നീ അന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നീ അന്ന് വിജയിച്ചേനെ. യെസ്, അന്നല്ല, ഇപ്പോ. അന്ന് വിജയിക്കല്ലേ, റിസൾട്ട് വന്നതിന് ഇപ്പോഴല്ലേ. യെസ്, ഒന്നുകൂടി ആ രണ്ടാമത്തെ ഒന്നുകൂടി എഡിറ്റ് ചെയ്താൽ മതി. ശരിയായി, ചെറുതായിട്ടൊരു കൺഫ്യൂഷൻ വന്നിട്ടുള്ളൂ. ഓക്കെ ഓക്കെ, ഞാനിത് നിങ്ങൾക്ക് വിട്ടുതരാം. ആർക്കെങ്കിലും ായിരുന്നെങ്കിൽ നീ വിജയിച്ചേനെ. നീയും മറ്റൊരാളെ കമ്പയർ ചെയ്ത് പറയുകയാണെങ്കിൽ നീയും പരിശ്രമിച്ചിരുന്നെങ്കിൽ വിജയിക്കുമായിരുന്നു. ഓക്കെ 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 ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ ഞാനിത് നമുക്ക് ഇനി വിഷയത്തിലോട്ട് വരാം. ഇഫ് യു വർക്ക് ഹാർഡ്, നീ കഠിനമായിട്ട് പരീക്ഷ തുടങ്ങിയിട്ടില്ല. ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ പാസ്. നീ മര്യാദക്ക് പഠിക്കുകയാണെങ്കിൽ പാസ്സാകും, പഠിക്കുകയാണെങ്കിൽ നീ പാസ്സാകും. അപ്പൊ പരീക്ഷ കഴിഞ്ഞു, റിസൾട്ട് വന്ന് തോറ്റു, അപ്പൊ വിഷമിച്ചിരിക്കുമ്പോ പറയുന്നതാണ് ഇഫ് യു വർക്ക് ഹാർഡ് യു വുഡ് പാസ്. ഞാൻ അന്നേ പറഞ്ഞില്ലേ, പഠിച്ച പാസ്സായത്. ഇഫ് യു വർക്ക് ഹാർഡ്, നീ പഠിച്ചിരുന്നെങ്കിൽ പാസ്സായത്. നിന്റെ ഒപ്പം പഠിക്കുന്ന മറ്റവനും അവനൊക്കെ നിനക്കെല്ലാം ബുദ്ധി കുറവാണ്, പക്ഷെ അവര് പഠിച്ചവര് പാസ്സായി, നീ പഠിച്ചില്ല. അപ്പൊ നമ്മൾ പറയും നീ പഠിച്ചിരുന്നെങ്കിൽ പാസ്സായത്. ഇഫ് യു വർക്ക് ഹാർഡ് യു വുഡ് പാസ്. പിറ്റേന്ന് എങ്ങനെയുണ്ട് റിസൾട്ട് എന്ന് ചോദിച്ചു, അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞപ്പോ ചോദിച്ചു കഴിഞ്ഞപ്പോ അവരോട് പറയണത് അവൻ പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പാസ്സായിട്ടുണ്ടായിരുന്നില്ലേ. ഇഫ് ഹി ഹാഡ് സ്റ്റഡീഡ്, ഇഫ് യു ഹാഡ് സ്റ്റഡീഡ്, നീ പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ യു വുഡ് ഹാവ് പാസ്ഡ്, നീ പാസ്സായിട്ടുണ്ടായിരുന്നില്ല. നീ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല, നീ പാസ്സായിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, നിങ്ങൾ അർത്ഥമൊക്കെ പറഞ്ഞത് ഏതാണ്ട് കറക്റ്റ് തന്നെയാണ്, പഠിക്കുന്നത് വേണ്ട. പെട്ടെന്ന് പറയാനുള്ള ബുദ്ധിമുട്ടാണ്. അപ്പോ നൗൺ എന്താണെന്ന് പറഞ്ഞു, നൗൺ ക്ലോസ് എന്താണെന്ന് പറഞ്ഞു, സബോർഡിനേറ്റ് ക്ലോസ് എന്താണെന്ന് പറഞ്ഞു, മെയിൻ ക്ലോസ് എന്താണെന്ന് പറഞ്ഞു. സബോർഡിനേറ്റ് ക്ലോസും മെയിൻ ക്ലോസും തമ്മിൽ ടെൻസിൽ വരുന്ന ആ കോൺകോഡ് എന്താണെന്ന് പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. സോ
ഇന്നത്തെ നിങ്ങളുടെ പ്രകടനം വളരെ സജീവമായ പ്രകടനമാണ്. നമ്മുടെ ആൾക്കാർ വളരെ സാർ ഒരു ഡൗട്ട്. യെസ് വരും. സാർ രണ്ടാമത്തെ മൂന്നാമത്തെ മീനിങ് സെയിം ആണോ വരുന്നത്? രണ്ടാമത്തെ മൂന്നാമത്തെ മീനിങ് സെയിം ആണോ വരുന്നത്? ഇഫ് യു വർക്ക്ഡ് ഹാർഡും ഇഫ് യു ഹാർഡ് വർക്ക്ഡും മീനിങ് സെയിം ആണോ? രണ്ടാണ്. ഇഫ് യു വർക്ക് ഹാർഡ് യു വുഡ് പാസ്. നീ കഠിനമായി ശ്രമിച്ചിരുന്നുവെങ്കിൽ പാസ്സായേനെ. അതാണ് രണ്ടാമത്തെ. മൂന്നാമത്തേത് ഇഫ് യു നീ കഠിനമായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നീ പാസ്സായിട്ടുണ്ടായിരുന്നില്ല. നീ കഠിനമായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു, ഹാഡ് ഉണ്ടായിരുന്നു, ശ്രമിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നീ പാസ്സായിട്ടുണ്ടായിരുന്നു. ഓക്കെ, യെസ്. വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. നമ്മുടെ ജനസംഖ്യയൊക്കെ വളരെ കുറയാണല്ലോ അൽഫിയ. ഇംഗ്ലീഷൊക്കെ വേണ്ടാതെ ആയോ? മിക്ക പിള്ളേര് ട്രെയിനിങ്ങിന് കയറിയൊക്കെ സാർ, അതുകൊണ്ടാ. എല്ലാ ക്ലാസ്സിലും ഇങ്ങനെ തന്നെ 26, 25 ഒക്കെയാണ്. എല്ലാ ക്ലാസ്സിലും സ്ട്രെങ്ത് ഇങ്ങനെ തന്നെയാ, 25 ഒക്കെ ഉണ്ടാവുള്ളൂ. ആശ്വസിപ്പിച്ചാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അല്ല സാറ് ഇംഗ്ലീഷ് അടുത്തോന്ന് ചോദിച്ചോണ്ട് പറഞ്ഞ അങ്ങനെയൊന്നും ഇല്ല. നോ പ്രോബ്ലം, നോ പ്രോബ്ലം. ഞങ്ങൾക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ക്ലാസ് ഇംഗ്ലീഷാ സാർ. ദൈവമേ. അല്ല സാർ, നമുക്ക് കുറച്ചുകൂടെ ക്രിയേറ്റീവ് ആയിട്ട് ചിന്തിക്കാനുള്ള ചാൻസസ് തരുന്നുണ്ടല്ലോ, സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ. അപ്പൊ നമുക്ക് ഒരു രസമാണ്, എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങളുടെ എന്താ പറയാ കോപ്പറേഷൻ വളരെ നല്ലതായിട്ടുള്ളത് കൊണ്ടാണ് അതിന് ഇതാവുന്നത്. നിങ്ങൾ മിണ്ടാതിരുന്ന് കഴിഞ്ഞാല് രക്ഷയില്ലല്ലോ. അപ്പൊ നിങ്ങൾ വളരെ സഹകരിക്കുന്നുണ്ട്. ഒരു കാര്യം ഞാൻ എടുത്ത് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മുഖം ഞാൻ ഓക്കെ അൽഫില, ഓക്കെ ഓക്കെ ഓക്കെ. സാധാരണ നിങ്ങളുടെ മുഖം ഞാൻ കാണുന്നില്ല എങ്കിലും നിങ്ങളുടെ ഓക്കെ അഫ്ന, താങ്ക് യു. അതിനകത്ത് ഞാൻ നിങ്ങളുടെ മുഖം ഞാൻ ഒരു മനസ്സിൽ കാണുന്നുണ്ട്. ഇങ്ങനെയായിരിക്കും പറയുന്നത്. അപ്പൊ നിങ്ങൾ പറയുന്ന വാക്കുകളുടെ ടോൺ നോക്കി, വരികൾക്കിടയിൽ നമ്മൾ വായിക്കില്ലേ, ഇങ്ങനെ വാക്കുകളുടെ ടോൺ നോക്കിയിട്ട് ഞാൻ വിചാരിക്കും എന്താണ് ഉറങ്ങിയിരുന്ന ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കും, മനസ്സിലാവും. അപ്പൊ നമ്മൾ വളരെ പോസിറ്റീവായിട്ട് എന്ന് പറഞ്ഞ് പരിഗണിക്കുന്നുണ്ട്. അതൊക്കെ ഉപകാരപ്രദമാവും, വളരെ രസകരമായിട്ട് ഉപകാരപ്രദമാവും. പിന്നെ ക്ലാർക്കിൽ പറഞ്ഞു കൊടുക്കാൻ എവിടെയെങ്കിലൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാവും. നമ്മൾ ഡിഗ്രിയൊക്കെ പാസ്സായി ഇതെല്ലാം പറഞ്ഞ് നമ്മുടെ മുമ്പിൽ ഒരു കത്ത് വല്ലതും കൊണ്ടുവന്നിട്ട് ഇത് വായിച്ച അർത്ഥം പറഞ്ഞെന്ന് പറയുമ്പോൾ നമുക്ക് അർത്ഥം പറയാൻ പറ്റുന്നതിന് നമുക്ക് നമ്മളോട് തന്നെ തോന്നുന്നില്ല, ഞാൻ ഇതൊക്കെ പിടിച്ചല്ലേ എന്ന് അല്ലേ. അപ്പൊ നമുക്കതിൽ കുറച്ചൊക്കെ നമുക്കൊരു പ്രാപ്തി വേണം, എന്തെങ്കിലുമൊക്കെ നമുക്ക് പറയണ്ടേ. അപ്പൊ അത് എന്തെങ്കിലുമൊക്കെ നമ്മുടെ മക്കൾക്ക് തന്നെ അറിയാൻ പാടില്ല എങ്കിൽ നമ്മളത് പറഞ്ഞു കൊടുക്കണ്ടേ. പക്ഷെ നമ്മുടെ ഭർത്താവ് അധികം പഠിച്ചിട്ടില്ല എങ്കിൽ ഭർത്താവ് പറയും നീ ഡിഗ്രി കഴിഞ്ഞ് നിൽക്കെല്ലാം പറഞ്ഞു കൊടുത്താൽ പറയുന്നിരിക്കും. അപ്പൊ നമ്മൾ പിന്നെ സാധാരണ മട്ടിലുള്ള ഒരു നമ്പർ ഇറക്കും, ടച്ചൊക്കെ പോയിന്നേ, ഇതിപ്പോ കുറെ നാളായില്ല, അപ്പൊ ടച്ചൊക്കെ പോയെന്ന് പറയും. അതൊക്കെ നമ്മൾ കൂടുതൽ കഴിയുമ്പോൾ പറയുമെങ്കിലും നമുക്ക് അത്യാവശ്യം ഒരു സ്റ്റോക്ക് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ പിടിച്ചെടുക്കാൻ പറ്റും. ഒരറിവും ചെറുതല്ല എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് നെക്സ്റ്റ് ഡേ. ഓക്കെ, നിങ്ങൾ പറഞ്ഞ നല്ല വാക്കുകൾക്ക് ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇവിടെ പറയുകയാണ്. വീണ്ടും നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ ഓക്കെ ഓക്കെ. താങ്ക് യു സാർ. ഓക്കെ, വെൽക്കം.